ഹായ് എവരി വൺ, ഞാൻ അഭിരാമി. വെൽക്കം ടു കാൻബ്രിഡ്ജ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് കുട്ടികൾ MBBS പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഡെസ്റ്റിനേഷനെ പറ്റിയിട്ടാണ്. വേറൊന്നുമല്ല, റഷ്യ. അതായത് റഷ്യയിൽ പോയി നിങ്ങൾക്ക് MBBS പഠിക്കാനായിട്ടുള്ള എലിജിബിലിറ്റീസ്, ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ടും അവിടുത്തെ പ്രധാനപ്പെട്ട 5 യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് റഷ്യ MBBS ഒരു മികച്ച രാജ്യമായി കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അതിലൊന്ന് അഫോർഡബിൾ ഫീസ് തന്നെയാണ്. അതായത് നമ്മൾ UK, USA പോലെയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ റഷ്യയിൽ MBBS പഠിച്ചിറങ്ങുന്നതിനായിട്ട് അറൌണ്ട് ഒരു 30 ലക്ഷം രൂപയ്ക്ക് അകത്തേക്ക് വരത്തുള്ളൂ. അതായത് കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് MBBS പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യക്കുള്ള റെപ്യൂട്ടേഷനാണ്. അതായത് റഷ്യയിൽ നിന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 6000 കുട്ടികളോട് റഷ്യയിലെ വിവിധ യൂണിവേഴ്സിറ്റീസിലായിട്ട് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ഭൂരിഭാഗം കുട്ടികളും മലയാളികളും തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റഷ്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസും, ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസും NMCയുടെ ആൻഡ് WHO അക്രഡിഷൻസ് ഉള്ള യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. നാലാമത്തെ എന്ന് പറയുന്നത് എക്സലന്റ് ഫെസിലിറ്റീസ്. അതായത് മികച്ച പഠന സൗകര്യങ്ങളാണ് റഷ്യയിൽ നിങ്ങൾക്ക് MBBS പഠിക്കാനായിട്ട് പോകുമ്പോൾ കിട്ടുന്നത്. വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലബോറട്ടറീസ്, വെൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്നിങ്ങനെ ഈ ഒരു സെക്ടറിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും റഷ്യയിൽ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ്. 5, റഷ്യ എന്ന് പറയുന്നത് ഒരു വെൽക്കമിങ് കൺട്രിയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയൊക്കെ വളരെ സന്തോഷമായിട്ട് വെൽക്കം ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ് റഷ്യ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏരിയ വൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ രാജ്യം കൂടിയാണ് റഷ്യ. സോ അവിടെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒട്ടനവധി അഡ്വാൻറ്റേജസ് ആയിരിക്കും അവിടെ നിന്ന് കിട്ടാൻ പോകും. ഇനി യൂണിവേഴ്സിറ്റീസിനെ പറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 1800കളിൽ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. ഇതിൽ പല യൂണിവേഴ്സിറ്റീസിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസ് പോയി പഠിക്കുന്നുമുണ്ട്. ഇനി ക്ലൈമറ്റ് നോക്കിയാൽ റഷ്യയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. അതായത് ഇപ്പൊ തണുപ്പ് സീസണിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ -20 ഡിഗ്രി തൊട്ട് -30 ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞു വരുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളത്. പക്ഷെ ഇതൊരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ലാന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് റഷ്യയിൽ പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് നാൾ ഇതൊന്ന് അഡോപ്റ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളത് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളത് യൂസ്ഡ് ആവും. ലൈക്ക് പിന്നെ നിങ്ങൾക്ക് ആ ഒരു തണുപ്പ്, ഈ ഒരു -20 എന്നൊക്കെ പറയുന്നത് വലിയൊരു തണുപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ ഒരു കാര്യം, ഈ -20 to -30 എന്ന് പറയുന്നത് ഒറ്റയടിക്കല്ല ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്. ഗ്രാജുവലി ആണ് ഈ തണുപ്പ് കൂടി വരുന്നത്. അപ്പൊ ഗ്രാജുവലി കൂടുന്നത് കൊണ്ടും നമ്മൾ അതിൽ അഡാപ്റ്റഡ് ആവാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ലാസ് റൂംസും ഹോസ്റ്റലും എല്ലാം സെൻട്രലി ഹീറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്നർ സൈഡിൽ നിൽക്കുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തണുപ്പോ കാര്യങ്ങളോ ഫീൽ ചെയ്യത്തില്ല. ഇനി പുറത്തു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറ്റ് ജാക്കറ്റ്സും ഷൂസും ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള തണുപ്പോ കാര്യങ്ങളോ ഒന്നും അഫക്റ്റ് ചെയ്യത്തുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ തണുപ്പുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ റഷ്യ MBBS പഠിക്കാനായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആക്കണ്ട എന്നുള്ളൊരു മീനിങ്ങിലാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ഈ തണുപ്പ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി മെയിൻ ആയിട്ട് നമ്മൾ റഷ്യയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റഷ്യയിലുള്ള ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസ്, ഓൾമോസ്റ്റ് എന്നല്ല എല്ലാ യൂണിവേഴ്സിറ്റീസും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ഇനി എന്താണ് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കോളേജസ് പോലെ, അതായത് റഷ്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റി തന്നെ 2 തരത്തിലുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഫെഡറൽ യൂണിവേഴ്സിറ്റിയും, രണ്ടെന്ന് പറയുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് റഷ്യൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതും, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് റഷ്യൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റീസും ആണ്. ഇനി ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. കാര്യം എന്താന്ന് പറഞ്ഞാൽ രണ്ടും ഗവൺമെന്റിന്റെ അണ്ടർടേക്കിംഗിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് തന്നെയാണ്. ഇനി ഫെഡറൽ യൂണിവേഴ്സിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ, ഹോസ്പിറ്റലും കോളേജും ഒരേ കോമ്പൗണ്ടിൽ തന്നെ ആയിരിക്കും. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു ക്യാമ്പസ് ഫീലിംഗ് അവിടെ കിട്ടും. അതേസമയം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ
കോളേജ് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഹോസ്പിറ്റൽ ഒരു 1-2 കിലോമീറ്റേഴ്സ് മാറിയിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ ക്ലിനിക്കൽ എക്സ്പോഷറിന്റെ ടൈം വരുമ്പോഴത്തേനും കോളേജിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റൽ വരെ ട്രാവൽ ചെയ്ത് പോകേണ്ട, മേ ബി നിങ്ങൾക്ക് നടക്കാം ഓർ ത്രൂ ബസ് വാട്ട് എവർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് അവിടെ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫെഡറൽ യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ വർഷവും ഫീസിന് ഒരു അപ്ഡേഷൻ ഉണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താംബൂവ് യൂണിവേഴ്സിറ്റി എന്നാണ് പേര്. ഈ അടുത്തിടെയായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, ഈ താംബൂവ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വർഷവും 5% വെച്ചിട്ടെങ്കിലും ഫീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഫീസിനുള്ള വേരിയേഷൻസ് നിങ്ങൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെങ്കിൽ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഫെഡറൽ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ ഇങ്ങനെയില്ല. അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ജോയിൻ ചെയ്യുന്ന ടൈമിന് എത്രയാണോ നമ്മൾ ഫീ അടയ്ക്കുന്നത് ആ സെയിം ഫീസ് തന്നെയായിരിക്കും ഈ ഹോൾ 6 ഇയേഴ്സും നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇനി റഷ്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇയർ ബാക്ക് അല്ലെങ്കിൽ എക്സ്പെൽ ഉണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആവുകയാണെന്ന് വെച്ചോ, 3 to 4 അറ്റംപ്റ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഒരു ഫെയിൽ ആയ പേപ്പർ ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈ 3-4 അറ്റംപ്റ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഇയർ ബാക്ക് ആവും. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ 2-3 സബ്ജക്റ്റിന് മാത്രമേ ഫെയിൽ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്കത് പിന്നെ എപ്പോഴെങ്കിലും മീൻസ് ഈ ഒരു 6 വർഷത്തിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ പേപ്പർ ക്ലിയർ ചെയ്താൽ മതിയാവും. ഇതിൽ കൂടുതൽ പേപ്പേഴ്സ് ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഇയർ ബാക്ക് അല്ലെങ്കിൽ എക്സ്പെൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലോട്ട് പോകത്തുള്ളൂ. ഇനി ഇയർ ബാക്ക് ആകുവാണെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, നിങ്ങൾ 1 വർഷവും കൂടെ പഠിക്കേണ്ടി വരും, പ്ലസ് ഒന്നും കൂടെ ആ വർഷത്തെ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ടും വരും. ഇനി നമുക്കൊക്കെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് ചോദിച്ചാൽ, റഷ്യയിൽ പോയിട്ട് പഠിച്ചാൽ തിരിച്ച് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അതായത് ഇന്ത്യയിൽ വന്നാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അബ്രോഡ് ഏത് കൺട്രിയിലാണോ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് NMCയുടെ എല്ലാ നോംസും കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 2021 NMCയുടെ പുതിയ ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് അത് ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ 6 വർഷം പഠിക്കുന്ന കോഴ്സും 6 വർഷവും നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എന്തായാലും റഷ്യയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അക്കാഡമിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, നേരെ wdoms.org എന്നുള്ള വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. ദെൻ ആ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ 54 മാസവും പ്ലസ് 12 മാസത്തെ ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിനു മുന്നേ റഷ്യയിലെ യൂണിവേഴ്സിറ്റീസിലെല്ലാം 5 വർഷത്തെ കോഴ്സ് ആയിരുന്നു ഇവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം അത് 5+1 എന്നുള്ളൊരു കോഴ്സ് ഡ്യൂറേഷനിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് 5 വർഷത്തെ പഠിത്തം പ്ലസ് 1 വർഷം നിങ്ങളുടെ ഇന്റേൺഷിപ്പും എന്ന രീതിയിൽ. അപ്പോൾ ഈ NMC നോമും റഷ്യയിലെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു റൂള് നോക്കുന്ന സമയത്ത് നമ്മൾ റഷ്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റഷ്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന എലിജിബിൾ ആയിട്ടുള്ള കോഴ്സ് തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ എംബസി വളരെ ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള കോഴ്സസ് തന്നെയാണ് റഷ്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ എംബസി ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി WHO ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ wdoms.org എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പേര് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾ റഷ്യയിൽ പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. FMG അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് റഷ്യയെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റഷ്യയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 യൂണിവേഴ്സിറ്റീസിനെ പറ്റി ഒന്ന് നോക്കാം. അതിലൊന്നാണ് കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് കുട്ടികളെ MBBS പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. പണ്ടൊക്കെ മലയാളി കുട്ടികൾ ധാരാളമായിട്ട് പഠിക്കാൻ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിൽ ഒന്ന് തന്നെയായിരുന്നു ഈ കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പക്ഷെ ഈ ഇടയായിട്ട് മലയാളി കുട്ടികളുടെ എണ്ണം ഗ്രാജുവലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് തിങ് ഇവിടുത്തെ ഫീസ് കുറച്ച് ഹൈ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് കുറച്ച് ടഫാണ്. ഈ 2 റീസൺ കൊണ്ടാണ് നമ്മൾ മലയാളി കുട്ടികൾ അവിടെ പോയി പഠിക്കുന്ന ഒരളവ് ഇപ്പൊ കുറഞ്ഞു വന്നിട്ടുള്ളത്. ഇനി മെയിനായിട്ട് നമ്മൾ MBBS പഠിക്കാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് ചില ക്രൈറ്റീരിയയുടെ ബേസിലാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നതെന്ന് പറയുന്നത് എപ്പോഴും FMG പാസ് പെർസെൻറ്റേജ് തന്നെ ആയിരിക്കും. ഈ കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ FMG പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 35% ഉണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം സെപ്പറേറ്റ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ട്യൂഷൻ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി നിങ്ങളുടെ താമസവും നിങ്ങളുടെ ഭക്ഷണത്തിനും ഒക്കെ നിങ്ങൾ എക്സ്ട്രാ അറൌണ്ട് ഒരു 10,000 rupees പെർ മന്ത് വരുന്ന രീതിയിലുള്ള ഒരു എക്സ്പെൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയാണ് കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റി. ഇത് ഒരു 1800കളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫോറിൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സീറ്റിന്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമും ഇവർ നടത്തുന്നുണ്ട്. ഈ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കസാൻ ഫെഡറൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇനി FMG പാസ് പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് 2021 ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസ് FMG അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതും 100% പാസോടുകൂടി. ഈ യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ്ലി മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ കസാൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിലും ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങൾക്ക് 6 വർഷവും കോഴ്സ് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് വെച്ചാൽ, റഷ്യയിലുള്ള പല യൂണിവേഴ്സിറ്റീസിലും ബൈലിംഗ്വൽ പ്രോഗ്രാംസ് ആണുള്ളത്. അതായത് 3 വർഷം ഇംഗ്ലീഷ് പഠിപ്പിക്കും, 3 വർഷം റഷ്യൻ ലാംഗ്വേജിലും പഠിപ്പിക്കും. എന്നും പറഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യുന്ന കോഴ്സ് ഇംഗ്ലീഷ് മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് നമുക്ക് റഷ്യൻ ലാംഗ്വേജിൽ തന്നെ അവർ പഠിപ്പിക്കത്തുള്ളൂ. കാര്യം എന്താന്ന് പറഞ്ഞാൽ, റഷ്യയിലുള്ള ആൾക്കാർ, ഒട്ടുമിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയിട്ട് വലിയ പിടുത്തമൊന്നും ഉണ്ടാകത്തില്ല. അവരവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ള റഷ്യൻ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. കാര്യം അവിടുത്തെ കോമൺ ലോക്കൽ പീപ്പിൾസ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊരു ക്ലിനിക്കൽ എക്സ്പോഷർ നടത്തുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് റഷ്യൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് 3rd ഇയർ ഓൺവേർഡ്സ് ഇവർ നിങ്ങൾക്ക് റഷ്യനിൽ കൂടെ ക്ലാസ് എടുത്ത് തരുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി. റഷ്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒത്തിരി ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നതും ഈ ഒരു പേര് തന്നെയാണ്, ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി. ഈ ഒരു യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1899 ആണെങ്കിലും ഇവിടെ MBBSന്റെ അഡ്മിഷൻസ് കൊടുത്തു തുടങ്ങിയത് 2013 തൊട്ടിട്ടാണ്. ഈ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് റഷ്യയുടെ ഒരു അറ്റത്തായിട്ടാണ്. അതായത് ഏതാണ്ട് ജപ്പാന്റെ ഒക്കെ ഒരു സൈഡിലായിട്ടാണ് ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത്. മോസ്കോയിൽ നിന്ന് ഏതാണ്ട് 6400 കിലോമീറ്റേഴ്സ് മാറിയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോർമലി ഫ്ലൈറ്റ് ത്രൂ ആണ് കുട്ടികൾ മോസ്കോയിൽ നിന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറ്റുന്നത്. സോ ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്താന്ന് പറഞ്ഞാൽ, അറൌണ്ട് ഒരു 500+ ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ ടഫ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമും കാര്യങ്ങളും ഒന്നുമല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് കോഴ്സ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മീഡിയം തന്നെ ആണ്. ഞാൻ മുന്നേ പറഞ്ഞ ഒരു കാര്യമുണ്ട്, റഷ്യയിലെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റീസിലും ഇയർ ബാക്ക് അല്ലെങ്കിൽ എക്സ്പെൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഇയർ ബാക്ക് ഉള്ളൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഈ ഫാർ ഈസ്റ്റേൺ ഫെഡറൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നോർത്തേൺ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. 1932 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു യൂണിവേഴ്സിറ്റിയാണ്. ആയിരക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. മാത്രമല്ല ഇവിടുത്തെ FMG പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 22% വരുന്നുണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുന്നതിന്റെ കൂടെ നിങ്ങളുടെ ട്യൂഷൻ ഫീ മാത്രമല്ല വരുന്നത്, പ്ലസ് നിങ്ങളുടെ അക്കോമഡേഷന്റെ എമൗണ്ടും കൂടെ അതിൽ ആഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഫുഡിന്റെ കാര്യത്തിന് മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞു റഷ്യയിൽ ഓൾമോസ്റ്റ് ഒരു മാസത്തേക്ക് നമുക്കൊരു നാട്ടിലെ 10,000 രൂപയോളം നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പം ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഫീസിന്റെ കൂടെ പോകുന്നത് കൊണ്ട് ഫുഡിന് വേണ്ടിയിട്ട് അതിന്റെ പകുതി കാശ്, അതായത് ഒരു 5,000 രൂപയോളം ഒക്കെ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ വരുന്നുണ്ട്. അഞ്ചാമത്തെ യൂണിവേഴ്സിറ്റിയാണ് താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. 2007 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമ്മൾ റഷ്യയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് റഷ്യയിലെ MBBSന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴോ ആരും ഈ ഒരു താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് അധികം നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാനത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ FMG പാസ് പെർസെൻറ്റേജ് തന്നെയാണ്. ഏകദേശം 34% FMG പാസ് പെർസെൻറ്റേജ് റേറ്റ് വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസ് ആണ്. നമുക്കറിയാം റഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും അഫോർഡബിൾ തന്നെയാണ്. അതിലും നമുക്ക് അഫോർഡബിൾ ആയിട്ട് വരിക എന്ന് പറയുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലോ കോസ്റ്റ് വരുന്നൊരു ഫീ സ്ട്രക്ചർ ആയിരിക്കും ഈ താംബൂ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ 5 യൂണിവേഴ്സിറ്റിയുടെ കാര്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ 5 എണ്ണം മാത്രമല്ല, ഇഷ്ടം പോലെ ധാരാളമായിട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് റഷ്യയിൽ അവൈലബിൾ ആണ്. സോ വേറെയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 24/7 കാംബ്രിഡ്ജിന്റെ അസിസ്റ്റൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു.